ഈ ഒരു ക്ലാസ്സിലൂടെ നാം കവർ ചെയ്യാൻ പോകുന്നത് ആർക്കൈവൽ സ്റ്റഡീസിലെ ബ്ലോക്ക് 2 വരുന്ന ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഭാഗങ്ങളാണ്. അതിൽ ഫസ്റ്റ് വരുന്നൊരു ഭാഗം പ്രിസർവേഷൻ ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സ്, ആർക്കൈവ് രേഖകളുടെ സംരക്ഷണം എന്ന ഭാഗമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, ആർക്കൈവ് രേഖകളുടെ സംരക്ഷണം ചരിത്ര ഗവേഷണത്തിലും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആർക്കൈവ് രേഖകളുടെ സംരക്ഷണം എന്നത്. ആർക്കൈവുകൾ തെളിവുകളുടെ ശേഖരങ്ങളായി പ്രവർത്തിക്കുന്നു. അവയിൽ കയ്യെഴുത്തു പ്രതികൾ, ഫോട്ടോകൾ, ഭൂപടങ്ങൾ, ഔദ്യോഗിക രേഖകൾ എന്നിവ പോലുള്ള വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ രേഖകൾ നമ്മെ കഴിഞ്ഞ കാലത്തെ കൃത്യതയോടും ആഴത്തോടും കൂടി പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇവ സംരക്ഷിക്കപ്പെടാതെ പോയാൽ എന്ത് സംഭവിക്കും? അവ നശിച്ചു പോകും, ആളുകൾക്ക് ലഭ്യമാകാതെ പോകും, ചരിത്രത്തിലെ വിലപ്പെട്ട ഭാഗങ്ങൾ ശാശ്വതമായി നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇനി പറയുന്നൊരു ഭാഗം ഇന്ത്യയിൽ ആർക്കൈവ് സംരക്ഷണവും അത് നേരിടുന്ന വെല്ലുവിളികളാണ്. നോക്കാം. ഉയർന്ന ഈർപ്പം, താപനിലയിലെ മാറ്റങ്ങൾ, ശക്തമായ മൺസൂൺ കാലം എന്നിവ കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഇന്ത്യൻ കാലാവസ്ഥ പേപ്പർ അടിസ്ഥാനത്തിലുള്ള വസ്തുക്കൾക്ക് വളരെ കഠിനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. പൂപ്പൽ വളർച്ച, കീടാക്രമണം, രാസപരമായ ക്ഷയം തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ് ഈ കാലാവസ്ഥയിൽ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഒരു പേപ്പർ എത്ര വേഗത്തിൽ മഞ്ഞ നിറമാവുകയോ ഭങ്കുരമാവുകയോ, അതായത് വളരെ ശോഷിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ചെയ്യുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ ഇത് എത്ര വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ത്യയിലുള്ള ഈ ഒരു പ്രത്യേക കാലാവസ്ഥ, ഉയർന്ന ഈർപ്പം, അതുപോലെ തന്നെ താപനിലയിൽ വരുന്ന മാറ്റങ്ങൾ, ഈ മൺസൂൺ ശക്തമാകുന്ന സമയം, ഇത്തരത്തിലുള്ള മാറി മാറി വരുന്ന വ്യത്യസ്തങ്ങളായി ഈ ഒരു കാലാവസ്ഥ, പൂപ്പൽ വളർച്ച, അതുപോലെ തന്നെ കീടാക്രമണം, രാസപരമായ ക്ഷയം എന്നിവയൊക്കെ ഇത് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പേപ്പറിന്റെ നിറം അത് മഞ്ഞയാക്കും. അതുപോലെ തന്നെ പേപ്പറിന്റെ ക്വാളിറ്റി വളരെ ശോഷിപ്പിക്കും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇന്ത്യയിലെ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളും പ്രാദേശിക ആർക്കൈവുകളും ഈ വെല്ലുവിളികളെ നേരിടാൻ നിരവധി നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരമ്പരാഗത രീതികളും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നാശനഷ്ടം കുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി ഡി അസിഡിഫിക്കേഷൻ എന്ന രീതി. ഈ ഒരു രീതി അമ്ല സ്വഭാവമുള്ള മഷിയും താഴ്ന്ന നിലവാരമുള്ള പേപ്പർ പൾപ്പും കാരണം ഉണ്ടാകുന്ന ദുർബലത കുറക്കാൻ സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ശേഷം പറയുന്നുണ്ട്. ഇത്തരം നടപടികൾ ഭാവി തലമുറകൾക്ക് ഈ രേഖകൾ ലഭ്യമാക്കുന്നതിനായി അത്യാവശ്യമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അതീവ വലുതാണ്. ആർക്കൈവുകൾ വെറും വിവരങ്ങളുടെ ഉറവിടം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കാലത്തെ എങ്ങനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ അടിത്തറയാണ്. ആർക്കൈവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പ്രശ്നം ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ നിസാരതയാണ്. അത് നമ്മൾ ഈ എഴുതുന്ന സമയത്തും അത് സൂക്ഷിക്കുന്ന സമയത്തും ഒരുപക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കുറഞ്ഞ ക്വാളിറ്റി അതൊരു വലിയ പ്രശ്നമാണ്. നിരവധി ചരിത്ര രേഖകൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുമെന്ന് കരുതാതെ ചെറിയ ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഷിയുടെ ക്ഷയം, പേപ്പറിലെ സെല്ലുലോസ് നാരുകളുടെ ദുർബലത, ലെതർ ബൈൻഡിങ്ങുകളുടെ വിഘടനം എന്നിവ പഴയ വസ്തുക്കളുടെ രാസഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ ഘടകങ്ങൾ ക്രമേണ രേഖകളുടെ ഭൗതിക ഘടനയെ ദുർബലമാക്കുകയും അവയെ കേടുപാടുകൾക്കും പൂർണ്ണമായ നഷ്ടത്തിനും വിധേയമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആർക്കൈവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ വസ്തുക്കളുടെ ക്വാളിറ്റി കുറവാണ്. പല ചരിത്ര രേഖകളും അത് നൂറ്റാണ്ടുകളോളം നിലനിൽക്കേണ്ട രേഖകളാണെന്നൊന്നും കരുതാതെയാണ് അന്ന് അത് എഴുതപ്പെട്ടിട്ടൊക്കെ ഉള്ളത്. പക്ഷെ അത് പിൽക്കാലത്ത് ആ മഷിയുടെ ക്ഷയം, പേപ്പറിലെ സെല്ലുലോസ് നാരുകളുടെ ദുർബലത, ഈ ലെതർ ബൈൻഡിങ്ങുകളായിരിക്കും പഴയ കാലത്ത് കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതിന്റെ കാലക്രമേണ വരുന്ന വിഘടനം എന്നിവ പഴയ വസ്തുക്കളുടെ രാസഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ക്രമേണ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രേഖകളുടെ ഭൗതിക ഘടനയെ ദുർബലമാക്കുകയും അവയെ കേടുപാടുകൾക്കും പൂർണ്ണമായ നഷ്ടത്തിനും വിധേയമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം.
ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ്. ഇനി അടുത്തൊരു ഭാഗം അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഈ ആർക്കൈവൽ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സർ ഹിലരി ജെൻകിൻസൺ. അദ്ദേഹമാണ് ഈ ആർക്കൈവൽ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും ദൈവികമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയൊരു വ്യക്തി. അതുപോലെ തന്നെ ഈ ആർക്കൈവൽ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ആർക്കിവിസ്റ്റ്സ് ആൻഡ് ലൈബ്രറിയൻസ്. ഇത് 1910 ബ്രസൽസിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു കോൺഗ്രസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഒരു രാഷ്ട്രം തന്റെ രേഖാ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ കാണിക്കുന്ന പ്രതിബദ്ധത അതിന്റെ സാംസ്കാരിക പുരോഗതിയുടെ യഥാർത്ഥ പ്രതിഫലനമാണെന്ന് ഈ ഒരു സമ്മേളനത്തിൽ ഊന്നി പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവേഷൻ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ചരിത്ര ഗവേഷണത്തിൽ ഈ ആർക്കൈവൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ്. പർപ്പസ് ഓഫ് പ്രിസർവേഷൻ, ഇതിന്റെ പർപ്പസ് പറയുന്നിടത്ത് ആർക്കൈവ് രേഖകൾ ചരിത്ര ഗവേഷണത്തിന്റെയും രേഖപ്പെടുത്തലിന്റെയും അടിത്തറയാണ്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കിടെ സൃഷ്ടിച്ചതോ സ്വീകരിച്ചതോ ആയ വസ്തുക്കളാണ് ഇവ. അതായത് ഈ ആർക്കൈവൽ എന്ന് പറയുന്ന ഈ രേഖകൾ വ്യക്തികളോ സ്ഥാപനങ്ങളോ സംഘടനകളോ അവരുടെ ദിനേനയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതോ അല്ലെങ്കിൽ സൂക്ഷിച്ച് ശേഖരിക്കപ്പെട്ടു വെച്ചതൊക്കെയാണ് ഈ ആർക്കൈവൽ രേഖകൾ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വസ്തുക്കൾ ചരിത്രപരമായ, നിയമപരമായ, സാംസ്കാരികപരമായ അല്ലെങ്കിൽ ഭരണപരമായ ആവശ്യങ്ങൾക്കായി സംരക്ഷിക്കപ്പെട്ടവയാണ്. അതിൽ കയ്യെഴുത്ത് പ്രതികളുണ്ട്, അച്ചടിച്ച പുസ്തകങ്ങളുണ്ട്, ഭൂപടങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്, സിനിമകളുണ്ട്, മറ്റു ഡിജിറ്റൽ രേഖകൾ, ശബ്ദ റെക്കോർഡുകൾ എന്നിവ ഈ ആർക്കൈവൽ രേഖകളിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ നമുക്കൊരു പ്രധാനമായിട്ടുള്ള ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ ഭരണ രീതികൾ, വ്യാപാര രീതികൾ, സാമൂഹിക ഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് നൽകുന്നു. ഈ ആർക്കൈവൽ രേഖകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് അവയുടെ ദീർഘകാല മൂല്യവും ഗവേഷണത്തിൽ പ്രാഥമിക സ്രോതസ് എന്ന നിലയിൽ അതിന്റെ പ്രാധാന്യവും. നമുക്കറിയാലോ, ഈ ആർക്കൈവൽ രേഖകളാണ് ഈ ഗവേഷണത്തിൽ ഏറ്റവും പ്രൈമറി സോഴ്സസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ആർക്കൈവൽ രേഖകളുടെ മറ്റൊരു സവിശേഷതയാണ് ദീർഘകാല മൂല്യമുള്ള വസ്തുവാണ് ഈ ആർക്കൈവൽ രേഖകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രേഖയെ വിലയിരുത്തി അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സംരക്ഷിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുമ്പോഴാണ് അത് ഒരു ആർക്കൈവ് രേഖയായി മാറുന്നത്. അതുപോലെ തന്നെ തലമുറകളായി സംരക്ഷിച്ചിരുന്ന കുടുംബ കത്തുകൾ അല്ലെങ്കിൽ രേഖകൾ, വംശാവലി, വ്യക്തിപരമായ ചരിത്രം, സാമൂഹിക ചരിത്രം എന്നിവയെക്കുറിച്ച് ഈ പറയപ്പെട്ട രേഖകളൊക്കെ നമുക്ക് വെളിച്ചം വീശുന്നു. ഇനി മറ്റൊന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സ്. ആർക്കൈവൽ റെക്കോർഡ്സുകളുടെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ചാണ്. ആർക്കൈവൽ രേഖകൾ സാധാരണയായി പബ്ലിക്, പ്രൈവറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കൈവുകൾ എന്നിങ്ങനെ വിഭാഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പൊതു, സ്വകാര്യ, സ്ഥാപന എന്നീ 3 തരത്തിൽ വിഭാഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന ആർക്കൈവുകൾ പൊതു ആർക്കൈവുകളുടെ പരിധിയിലേക്കാണ് വരുന്നത്. നമ്മൾ മുമ്പത്തെ യൂണിറ്റുകളിലേക്ക് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവ സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്നു. സ്വകാര്യ ആർക്കൈവുകളിൽ വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ രേഖകൾ ഉൾപ്പെടുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കൈവുകളെ കുറിച്ചാണ്. അത് സംഘടനകൾ, കോർപ്പറേഷനുകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയുടെ രേഖകൾ സൂക്ഷിക്കപ്പെടുന്നു. ഈ എല്ലാ ആർക്കൈവ് രേഖകളും ഇപ്പോഴും ഭാവിയിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ അറിവ് സംരക്ഷിക്കുന്നു. ചരിത്ര ഗവേഷണത്തിൽ സംരക്ഷണം വളരെ പ്രധാനമാണ്. കാരണം ഇത് രേഖകളെ മാറ്റം വരുത്തൽ, നഷ്ടം, അനധികൃത തിരുത്തൽ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, കൊളോണിയൽ കാലഘട്ടത്തിലെ കോടതിയുടെ രേഖകൾ വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളായി നിലനിൽക്കാൻ അവയുടെ യഥാർത്ഥ സാഹചര്യവും ഉള്ളടക്കവും നിലനിർത്തേണ്ടതാണ്. സംരക്ഷണ പ്രവർത്തനത്തിൽ ശാരീരിക സംരക്ഷണത്തോടൊപ്പം രേഖകളുടെ മൂല്യം കാലക്രമത്തിൽ മാറ്റമില്ലാതെ നിലനിർത്തുന്നതിനുള്ള നടപടികളും ഉൾപ്പെടുന്നു. അടുത്തൊന്നാണ് പ്രിസർവേഷൻ ഓഫ് ഓറൽ ഹിസ്റ്ററീസ് ആൻഡ് നോൺ ട്രഡീഷണൽ സോഴ്സസ്.
ആർക്കൈവുകൾ നിയമപരവും ഭരണപരവുമായ രേഖകൾ സൂക്ഷിക്കുന്ന ശേഖരങ്ങളാണ്. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതാണ്. ഈ രേഖകൾ തർക്കങ്ങളിൽ തെളിവുകളായി ഉപയോഗിക്കപ്പെട്ടേക്കാം പിൽക്കാലത്ത്, അല്ലെങ്കിൽ സ്വത്തവകാശം പോലുള്ള അവകാശങ്ങളുടെ തെളിവായി ഉപയോഗിക്കാം. കൂടാതെ ആർക്കൈവ് രേഖകൾ സാംസ്കാരികവും സാമൂഹികവുമായ സ്മൃതിയുടെ സംരക്ഷണത്തിനും സഹായിക്കുന്നു. സമൂഹങ്ങളുടെ നേട്ടങ്ങൾ, പോരാട്ടങ്ങൾ, മാറ്റങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിലും ഇവ പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സാഹചര്യത്തിൽ വായ്മൊഴി ചരിത്രങ്ങൾ, ഓറൽ ഹിസ്റ്ററീസ്, ജനകീയ കയ്യെഴുത്തു പ്രതികൾ, മറ്റു പരമ്പരാഗതമല്ലാത്ത വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ബാന്ദാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലുള്ള ഒരു ആർക്കൈവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് പ്രാചീന കയ്യെഴുത്തു പ്രതികൾ സംരക്ഷിച്ചിരിക്കുന്നു. ഇവ ഇന്ത്യൻ തത്വചിന്ത, മതാചാരങ്ങൾ, സാഹിത്യ പരമ്പരകൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകുന്നു. അപ്പോൾ ഒരു ഉദാഹരണം എഴുതാൻ പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ബാന്ദാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഓക്കെ. ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സ്, ആർക്കൈവ് രേഖകളുടെ ശോഷണം അല്ലെങ്കിൽ അതിന് സംഭവിക്കുന്ന ക്ഷയം, അതിനെ സംബന്ധിച്ചാണ്. ആർക്കൈവിസ്റ്റുകൾ ആർക്കൈവ് രേഖകളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ഡിറ്റീറിയറേഷൻ ഓഫ് ആർക്കൈവൽ ഡോക്യുമെന്റ്സ് എന്നുള്ളത്. ആർക്കൈവ് രേഖകളുടെ ശോഷണം അല്ലെങ്കിൽ ക്ഷയം എന്നൊക്കെ പറയാം. അതിൻ്റെ തരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. ഒന്ന് ഫിസിക്കൽ ഡിറ്റീറിയറേഷൻ, കെമിക്കൽ, അതുപോലെ ബയോളജിക്കൽ, മറ്റൊന്ന് എൻവിറോൺമെന്റൽ ഡിറ്റീറിയറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ആർക്കൈവിസ്റ്റുകൾ ആർക്കൈവ് രേഖകളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് അതിൻ്റെ നാശം എന്നുള്ളത്. സാധാരണയായി ഈ നാശം 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഭൗതിക നാശം. ഉപയോഗം, മടക്കൽ, ചീറൽ, പൊട്ടൽ തുടങ്ങിയ കാരണങ്ങളാൽ രേഖകൾക്കുണ്ടാകുന്ന ഭൗതിക നാശത്തിനാണ് ഫിസിക്കൽ ഡിറ്റീറിയറേഷൻ എന്ന് പറയുന്നത്. 2, പേപ്പറിലോ മഷിയിലോ ഉള്ള രാസഘടനയുടെ മാറ്റം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കാണ് രാസക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ ഡിറ്റീറിയറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായി പൂപ്പൽ, ബാക്ടീരിയ, കീടങ്ങൾ തുടങ്ങിയ ജീവികളാൽ ഉണ്ടാകുന്ന നാശങ്ങൾക്കാണ് ജൈവക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ ഡിറ്റീറിയറേഷൻ എന്ന് പറയുന്നത്. 4, പരിസ്ഥിതി ക്ഷയം. ഈർപ്പം, താപനിലയിലെ മാറ്റങ്ങൾ, വെളിച്ചം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ കാരണം മൂലമുണ്ടാകുന്ന നാശങ്ങൾക്കാണ് പാരിസ്ഥിതിക ക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലാണ് ഈ ആർക്കൈവൽ രേഖകൾക്ക് ഉണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതിക ക്ഷയം, രാസക്ഷയം, ജൈവക്ഷയം, അതുപോലെ തന്നെ പാരിസ്ഥിതിക ക്ഷയം. ഇനി അടുത്തൊരു ഭാഗത്ത് പറയുന്നത് നമ്മുടെ ഈ ആർക്കൈവൽ രേഖകളുടെ അതിൻ്റെ നശീകരണത്തിന് പ്രധാനമായിട്ടും കാരണമാകുന്ന ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളെ കുറിച്ചാണ്. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ്, അതായത് അതിൻ്റെ ആന്തരിക ഘടകങ്ങളെ കുറിച്ച് പറയുന്നത്. ആർക്കൈവ് രേഖകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവ സവിശേഷതകളെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവ തന്നെയാണ് രേഖകൾ ക്ഷയിക്കാനുള്ള പ്രധാന കാരണങ്ങളായി മാറുന്നത്. പഴയകാലത്തെ നിരവധി രേഖകൾ താഴ്ന്ന നിലവാരമുള്ള പേപ്പർ, തീരെ ക്വാളിറ്റി ഇല്ലാത്ത പേപ്പർ, അതുപോലെ തന്നെ മഷി അല്ലെങ്കിൽ ഒട്ടുപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ ഈ മരപ്പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പേപ്പർ അതിൻ്റെ അമ്ല സ്വഭാവം, അതിലുള്ള അസിഡിറ്റി കണ്ടന്റ് കാരണം പ്രത്യേകിച്ച് ക്ഷയിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. പഴയ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെതർ ബൈൻഡിങ്ങുകൾ കാലക്രമേണ പൊട്ടുകയും തകരുകയും ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ഈ ആർക്കൈവൽ രേഖകൾ അതിന് നശിക്കാനുള്ള അതിൻ്റെ ആന്തരിക ഘടകങ്ങളിൽ പ്രധാനമായിട്ട് ഈ ലെതർ ബൈൻഡിങ് ചെയ്ത പുസ്തകങ്ങൾ അത് കാലക്രമേണ പൊട്ടുകയും തകരുകയും ചെയ്യാം. അതുപോലെ മരപ്പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പേപ്പർ അതിലടങ്ങിയിട്ടുള്ള ഈ അസിഡിറ്റി അത് കാരണം സ്വാഭാവികമായിട്ടും കാലക്രമേണ അത് ക്ഷയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പഴയ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന നിരവധി രേഖകൾ താഴ്ന്ന നിലവാരമുള്ള ക്വാളിറ്റി തീരെ ഇല്ലാത്ത പേപ്പർ കൊണ്ടും മഷി കൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഒട്ടുപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടും കാലക്രമേണ ഈ ആർക്കൈവൽ രേഖകൾ നശിക്കാനുള്ള ആന്തരികമായ ഘടകങ്ങളാണ്. അതുപോലെ
അതിനോട് ചേർത്ത് പറയാനുള്ളത് ദീർഘകാല സ്ഥിരതയ്ക്ക് അനുയോജ്യമല്ലാത്ത രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച നിർമ്മാണ പ്രക്രിയകളും രേഖകളുടെ ക്ഷയത്തിന് കാരണമാകും. അതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഈ മധ്യകാലഘട്ടങ്ങളിലൊക്കെ കയ്യെഴുത്ത് പ്രതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന താമ്രം, ഈ കോപ്പർ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണങ്ങൾ, നിറങ്ങൾ പല സാഹചര്യങ്ങളിലും രാസക്ഷയത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ആ നിറങ്ങളൊക്കെ ഇളകി ഇളകി പോന്ന് കാലക്രമേണ അത് എഴുത്ത് തന്നെ മാഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിന്റെ ബാഹ്യ ഘടകങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പരിസ്ഥിതിയിലോ മനുഷ്യ പ്രവർത്തനങ്ങളിലോ നിന്നുള്ളവയാണ് ബാഹ്യ ഘടകങ്ങളായിട്ട് പറയുന്നത്. തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ആർക്കൈവ് രേഖകളുടെ ക്ഷയത്തിന് പ്രധാന കാരണമാകുന്നത്, ബാഹ്യ കാരണമാകുന്നത്. എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് രേഖകൾ മടക്കുക, അതുപോലെ തന്നെ ഒട്ടുപേപ്പറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് ആർക്കൈവ് രേഖകൾ എഴുതുക എന്നിവ തിരികെ തിരുത്താനാകാത്ത നാശത്തിന് കാരണമാകുന്നു. ഇന്ത്യയിലെ പല ആർക്കൈവ് ശേഖരങ്ങളിലും ഉപയോക്താക്കൾ വലിയ രേഖകൾ ചെറിയ സംഭരണ പെട്ടികളിൽ ഒതുക്കാൻ മടക്കുന്നതിന്റെ ഫലമായി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ ബാധയും ഇതിലൊരു പ്രധാന കാരണമാണ്. അപ്പൊ ഇന്ത്യയിലുള്ള വലിയ രേഖകൾ അത് ചെറിയ പെട്ടികളിൽ സൂക്ഷിക്കാൻ അത് അതിനനുസരിച്ചുള്ള സൗകര്യത്തിന് വേണ്ടി മടക്കി ഉപയോഗിക്കുന്നതും, അതുപോലെ പരിസ്ഥിതിയുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബാധയുമൊക്കെ ഇത്തരം രേഖകൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിട്ടുണ്ട്. അടുത്തൊരു ഭാഗമാണ് ആർക്കൈവൽ പ്രിസർവേഷൻ ടെക്നിക്സ്. നമ്മൾ ഈ ആർക്കൈവൽ രേഖകൾ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ്. അതിലൊന്നാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, രാസ സംബന്ധിയായ അതിൻ്റെ സംരക്ഷണം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് ഡി അസിഡിഫിക്കേഷൻ. പേപ്പറിലെ അമ്ലത്വം കുറക്കുന്ന ഒരു പ്രധാന സംരക്ഷണ പ്രക്രിയയാണിത്. പേപ്പറിലുള്ള അമ്ലം രേഖകൾ വേഗത്തിൽ ക്ഷയിക്കാൻ കാരണമാകുന്നതിനാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അത് നിഷ്ക്രിയമാക്കുന്നു. ഇതിലൂടെ രേഖകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒന്നെന്താണ് ഡിയാസിഡിഫിക്കേഷൻ, അത് കെമിക്കൽ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായി വരുന്ന ആർക്കൈവൽ പ്രിസർവേഷൻ ടെക്നിക്സ് ആണ്. അടുത്തൊരു ഭാഗമാണ് ഫ്യൂമിഗേഷൻ എന്നത്. പൂപ്പൽ, ഫംഗസ്, കീടങ്ങൾ തുടങ്ങിയ ജൈവ ബാധകളെ, ഈ പൂപ്പൽ, ഫംഗസ്, കീടങ്ങൾ എന്ന ജൈവ ബാധകളെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു രാസരീതിയാണിത്. ഇവകൾ ബാധിച്ച രേഖകളെ വായു കയറാതെ ഫ്യൂമിഗേഷൻ ചേംബറിൽ വെച്ച് തൈമോൾ പോലുള്ള രാസവാതകങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. ഇത് രേഖകൾ കൂടുതൽ നശിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് ഡിയാസിഡിഫിക്കേഷൻ, അതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഹൈഡ്രോക്സൈഡ്, അതുപോലെ കാൽസ്യം ബൈകാർബണേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. രണ്ടാമത് ഫ്യൂമിഗേഷൻ ആണ്. അത് പൂപ്പൽ, ഫംഗസ്, കീടങ്ങൾ പോലുള്ള ജൈവ ബാധകളെ ഇല്ലാതാക്കാനുള്ള ഒരു രാസരീതി. അത് പ്രധാനമായിട്ടും വായു കയറാത്ത ഫ്യൂമിഗേഷൻ ചേംബറിൽ വെച്ചുകൊണ്ട് തൈമോൾ പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാണത് ശുദ്ധീകരിക്കുന്നത്. ഇത് രേഖകൾ കൂടുതൽ നശിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ഈ ആർക്കൈവൽ പ്രിസർവേഷൻ ടെക്നിക്സിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഒന്നാണ് മെക്കാനിക്കൽ പ്രോസസ്സ്. അതിലൊന്ന് ലാമിനേഷൻ. രേഖകളെ ഒരു ചെറുതായ പ്ലാസ്റ്റിക് പാളിയിലൂടെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന രീതിയാണ് ലാമിനേഷൻ. നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ഇതിലൂടെ രേഖകൾക്കുണ്ടാകുന്ന ഭൗതിക നാശവും പാരിസ്ഥിതിക ബാധകളും കുറക്കാൻ കഴിയും. പഴയ മാപ്പുകൾ, പോസ്റ്ററുകൾ, ഫോട്ടോകൾ പോലുള്ള കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട രേഖകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ആർക്കൈവുകൾ ആസിഡ് ഫ്രീ പ്ലാസ്റ്റിക് ഫിലിംസ് ഉപയോഗിച്ച് രേഖകൾ കൂടുതൽ സുരക്ഷിതമായി സംരക്ഷിക്കുന്നു. ഈ മെക്കാനിക്കൽ പ്രോസസ്സിൽ രണ്ടാമത് വരുന്ന ഒന്നാണ് മൈക്രോ ഫിലിമിംഗ്. രേഖകളുടെ ഫോട്ടോഗ്രാഫിക് പകർപ്പ് ചെറിയ ഫിലിമിൽ, അതായത് മൈക്രോ ഫിലിം ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷിക്കുന്ന സംരക്ഷണ രീതിയാണ്. ഇതിലൂടെ വലിയ അളവിലുള്ള രേഖകൾ ചെറിയ സ്ഥലത്ത് സൂക്ഷിക്കാനും യഥാർത്ഥ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നാശം കുറക്കാനും കഴിയും. ശരിയായ സാഹചര്യത്തിൽ സൂക്ഷിച്ചാൽ മൈക്രോ ഫിലിം രേഖകൾ വളരെ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് ഇവ ഡിജിറ്റൈസ് ചെയ്ത് ഗവേഷകർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും എന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്
ആർക്കൈവൽ പ്രിസർവേഷൻ ടെക്നിക്കാണ്. അതിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്സും ഉണ്ട്, മറ്റൊന്ന് മെക്കാനിക്കൽ പ്രോസസ്സും ഉണ്ട്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ഡീആസിഡിഫിക്കേഷൻ, രണ്ടാമത് ഫ്യൂമിഗേഷൻ. ഈ മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായി വരുന്ന ഇതാണ് ലാമിനേഷൻ, അതുപോലെ തന്നെ മൈക്രോ ഫിലിമിംഗ്. ഇതിൽ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് മാപ്പുകൾ, പോസ്റ്ററുകൾ, ഫോട്ടോകൾ പോലുള്ള കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട രേഖകളൊക്കെ ഒരു പ്ലാസ്റ്റിക് പാളിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം. ഈ മൈക്രോ ഫിലിമിംഗ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക് പകർപ്പുകൾ, അതായത് അത് ഫോട്ടോ എടുത്തുകൊണ്ട് ചെറിയ ഫിലിമിൽ സൂക്ഷിക്കുന്ന സംരക്ഷണ രീതിയാണത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് ദീർഘകാലം നിലനിൽക്കും. പിന്നീട് ഇവ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കൊക്കെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും അവർക്ക് ലഭ്യമാക്കാനൊക്കെ കഴിയും എന്നതാണ്. ഈ ആർക്കൈവൽ പ്രിസർവേഷൻ ടെക്നിക്സിൽ മൂന്നാമതായി വരുന്നത് യൂസ് ഓഫ് ആർക്കൈവൽ ക്വാളിറ്റി മെറ്റീരിയൽസ്. ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ആർക്കൈവൽ രേഖകളെ സംരക്ഷിക്കുക എന്നത്. ആർക്കൈവ് രേഖകൾ സംരക്ഷിക്കാൻ ആർക്കൈവൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. ഇവ സാധാരണയായി ആസിഡ് ഫ്രീ, ശക്തമായതും രാസപ്രതികരണം ഉണ്ടാക്കാത്തതുമായ വസ്തുക്കളാണ്. ഇതിലൂടെ രേഖകൾ വേഗത്തിൽ നശിക്കുന്നത് തടയാം. ആസിഡ് ഫ്രീ പേപ്പർ രേഖകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണമായി നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ രേഖകൾ സംരക്ഷിക്കാൻ ആസിഡ് ഫ്രീ ഫോൾഡേഴ്സും എൻവെലോപ്സും ഉപയോഗിക്കുന്നു. കൂടാതെ ആസിഡ് ഫ്രീ ഫോൾഡേഴ്സ്, ബോക്സസ്, സ്ലീവ്സ് എന്നിവ രേഖകളെ പൊടി, വെളിച്ചം, ഈർപ്പം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. പോളിസ്റ്റർ, മൈലാർ, പോളിപ്രൊപ്പൈലൈൻ പോലുള്ള വസ്തുക്കൾ സൂക്ഷ്മമായ രേഖകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി പറയുന്നത് സ്റ്റേജ് ഓഫ് പ്രിസർവേഷൻ ആണ്. ആർക്കൈവ് രേഖകളുടെ സംരക്ഷണത്തിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അസസ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ, 2 സ്റ്റെബിലൈസേഷൻ ആൻഡ് റിപ്പയർ, 3 ലോങ് ടൈം സ്റ്റോറേജ് ആൻഡ് മോണിറ്ററിംഗ്. അതിൽ അസസ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കൈവ് രേഖകളുടെ നിലവാരം, കണ്ടീഷൻസ് പരിശോധിക്കുകയും അവക്കുള്ള അപായങ്ങൾ, കേടുപാടുകൾ, റിസ്കുകൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അടിയന്തരമായി സംരക്ഷണം ആവശ്യമായ രേഖകൾ കണ്ടെത്തി ദീർഘകാല സംരക്ഷണ പദ്ധതി തയ്യാറാക്കുന്നു. ഒരു സാധനം, ഒരു ഡോക്യുമെന്റ് കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ നിലവാരം ആദ്യം മനസ്സിലാക്കുന്നു, അതിൻ്റെ റിസ്കുകൾ, അതിൻ്റെ കുറവുകൾ, അതിൻ്റെ പോരായ്മകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ച് ആവശ്യമായ രേഖകൾ കണ്ടെത്തി ദീർഘകാല സംരക്ഷണം തയ്യാറാക്കുന്നു. രണ്ടാമത്തെ രീതിയാണ് സ്റ്റെബിലൈസേഷൻ ആൻഡ് റിപ്പയർ. ഈ ഘട്ടത്തിൽ കേടായ രേഖകളെ സ്ഥിരതയുള്ള നിലയിലേക്ക് കൊണ്ടുവരികയും, അതായത് കേടായ രേഖകളെ ശരിയാക്കി കൊണ്ടുവരികയും, സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരികയും ആവശ്യമായ പരിചരണവും അറ്റകുറ്റപ്പണികളും നടത്തുകയും ചെയ്യുന്നു. അത് രണ്ടാമത്തെ പ്രിസർവേഷൻ്റെ രണ്ടാമത്തെ ഘട്ടം. അതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലോങ് ടൈം സ്റ്റോറേജ് ആൻഡ് മോണിറ്ററിംഗ്. അവസാന ഘട്ടത്തിൽ രേഖകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും അവയുടെ നില നിരന്തരം പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഭാവിയിലും അവ സംരക്ഷിക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് ഓഫ് പ്രിസർവേഷൻ ആണ്. അതിൻ്റെ ഈ ഒരു ആർക്കൈവ് രേഖകളുടെ സംരക്ഷണത്തിന് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അസസ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ, അതിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ റിസ്ക് ഒക്കെ മനസ്സിലാക്കി അതിന് അടിയന്തര സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുന്നു. രണ്ടാമത്തേത് സ്റ്റെബിലൈസേഷൻ ആൻഡ് റിപ്പയർ ആണ്. കേടുവന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാക്കി സ്ഥിരതയുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. മൂന്നാമത്തേത് അതിനെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും അത് നിരന്തരം അതിനെ പരിശോധിക്കുകയും ഭാവിയിലേക്ക് അവ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ലോങ് ടൈം സ്റ്റോറേജ് ആൻഡ് മോണിറ്ററിംഗ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ് 1 പ്രിസർവേഷൻ ഓഫ് ആർക്കൈവൽ റെക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ള പ്രധാന ഭാഗം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആയി വരുന്ന കൺസർവേഷൻ മെഷേഴ്സ് ആൻഡ് ടെക്നിക്സ് എന്ന ഭാഗമാണ്. ഇത് വളരെ